ഇപ്പോൾ നെയ്യാറ്റിൻകരയിൽ ഗോപൻ സ്വാമിയുടെ വീട്ടിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഗോപൻ സ്വാമിയുടെ മൃതദേഹവും വഹിച്ചുള്ള ജപയാത്ര അത് വീട്ടിലേക്ക് എത്തിച്ചേരുകയാണ്. അവിടെ സമാധി ഒരുക്കുമെന്നാണ് കുടുംബവും ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകളും വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ മഹാസമാധിക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന സമാധി സ്ഥലം പൊളിച്ച് പകരം ഋഷിപീഠം എന്ന പേരിൽ പുതിയ സമാധി സ്ഥലം ഒരുക്കിയിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ തത്സമയം കാണുകയാണ്. ഇപ്പോൾ നേരത്തെ കല്ലറ ഉണ്ടായിരുന്ന സ്ഥലത്തിന് തൊട്ടു പുറകിലായിട്ടാണ് പുതിയ കല്ലറയൊരുക്കി അതിൽ സമാധി ഇരുത്തുന്നത് എന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ബിനിൽ ലീല സാബു ഉണ്ട് വിശദാംശങ്ങളുമായി. ബിനിൽ, മനസ്സിലാക്കുന്നതനുസരിച്ച് ഇപ്പോൾ ഈ ഗോപൻ സ്വാമിയുടെ മൃതദേഹം വീട്ടിലെത്തിച്ചിരിക്കുകയാണ്. അവിടെ കുടുംബത്തിൻ്റെ ആഗ്രഹപ്രകാരമുള്ള സമാധി എന്ന തരത്തിൽ കല്ലറയിൽ ഈ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകളും പിന്തുണയുമായി രംഗത്തുണ്ട്. ഇപ്പോൾ ഏത് രീതിയിലാണ് അവിടെ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ, ആരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഈ ചടങ്ങുകൾ? ഗൗതം, ഈ ചടങ്ങുകൾ അവിടെ കല്ലറക്കരികിൽ പുരോഗമിക്കുകയാണ്. മൃതദേഹം അല്പസമയം മുമ്പാണ് വീട്ടിലേക്ക് എത്തിയത്. തുറന്ന വാഹനത്തിലാണ് ഈ മൃതദേഹം ഇവിടേക്ക് എത്തിച്ചത്. അത് വാഹനത്തിൽ തന്നെ തുടരുകയാണ്. അല്പസമയത്തിനുള്ളിൽ പുറത്തേക്ക് ഇറക്കി കല്ലറയിലേക്ക് കൊണ്ടുപോകും. ഇവരുടെ വിശ്വാസപ്രകാരം ആ കല്ലറയ്ക്കുള്ളിൽ ഇരിക്കുന്ന നിലയിലാണ് മൃതദേഹം നേരത്തെ ഉണ്ടായിരുന്നത്. അതേ രീതിയിൽ തന്നെയാണ് വീണ്ടും ഇവിടെ മറവ് ചെയ്യുന്നതും. ഇവർ മഹാസമാധി ഒരുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആ ചടങ്ങുകളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മൃതദേഹം തൊട്ടുമാറി വീടിനടുത്തുള്ള വാഹനത്തിലാണുള്ളത്. ഈ കല്ലറയ്ക്കരികിൽ ഇവരുടെ മതാചാര്യന്മാരുണ്ട്. ആ മതാചാര്യന്മാർ അവരുടെ പ്രാർത്ഥനാ ചടങ്ങുകൾ തുടരുകയാണ്. വേദങ്ങൾ വായിക്കുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതിനുശേഷമാകും ഈ മൃതദേഹം അവിടേക്ക് കൊണ്ടുപോവുക. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം എന്ന് കരുതുന്നു. മൃതദേഹം എടുക്കുന്നതിനുള്ള നടപടികളിലേക്ക് ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ മതാചാര്യന്മാരുടെ നിർദ്ദേശപ്രകാരം മൃതദേഹം ഇവിടേക്ക് എടുക്കാൻ വേണ്ടിയാണ് അവർ തയ്യാറായി നിൽക്കുന്നത്. ആചാര്യന്മാർ, സന്യാസിമാർ പറഞ്ഞാൽ ഉടൻ തന്നെ മൃതദേഹം പുറത്തേക്ക് എടുക്കും. ശേഷം കല്ലറയിലേക്ക് കൊണ്ടുപോകും. കല്ലറയ്ക്കുള്ളിൽ ഭസ്മവും കർപ്പൂരവും ഒക്കെ ഇട്ടാണ് നേരത്തെ, ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടേക്ക് ഇപ്പോൾ മൃതദേഹം അവിടേക്ക് ഈ കല്ലറക്കരികിലേക്ക് പോവുകയാണ്. അത് ഈ ദൃശ്യങ്ങൾ കാണാമെന്ന് കരുതുന്നു. അത് എന്തായാലും അധികം ദൂരെയല്ല, തൊട്ട് അടുത്ത് തന്നെയാണ്. അവിടേക്ക് കൊണ്ടുപോകും. അതിനുശേഷം ഈ ചടങ്ങുകൾ തുടരും. ശേഷമായിരിക്കും, നേരത്തെ രാവിലെ ഇവരോട് സംസാരിക്കുമ്പോൾ കുടുംബം പറഞ്ഞിരുന്ന ഒരു കാര്യം, 1 മണിക്കൂറോളം ഈ ചടങ്ങുകൾ നീണ്ടു നിൽക്കുമെന്നാണ് ഇവർ പറഞ്ഞത്. അത് നേരത്തെ പ്രാർത്ഥനാ ചടങ്ങുകളുണ്ട്, മഹാസമാധി ഒരുക്കുമെന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ചടങ്ങുകളിലേക്ക് കാര്യങ്ങൾ പോകുന്ന ചടങ്ങുകളുണ്ട്. അതിപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മൃതദേഹം അല്പസമയം തന്നെ കല്ലറയ്ക്ക് എത്തും. നേരത്തെ പൊളിച്ച കല്ലറയുടെ അതേ സ്ഥാനത്ത് തന്നെ പുതിയ കല്ലറ ഇന്നലെ രാത്രി നിർമ്മിക്കുകയായിരുന്നു. അവിടെ ഇഷ്ടികകൾ കൊണ്ട് കെട്ടിയുണ്ടാക്കി അതിനുശേഷം അത് സ്ലാബിട്ട് മൂടുകയാണ് ചെയ്യുക. അതിന് ഋഷിപീഠം എന്ന പേരും നൽകിയിട്ടുണ്ട്. 2010 എന്ന വർഷം അതിലുണ്ട്. നമ്മൾ അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് അന്ന് 2010 സമാധിയാകണമെന്ന പിതാവ് പ്രകടിപ്പിച്ചത്. അതുകൊണ്ടാണ് കുത്തിവെച്ചതെന്നാണ് ഇവർ പറയുന്നത്. നേരത്തെ വലിയ പ്രതിഷേധം ഉണ്ടായപ്പോൾ തന്നെ പറയുന്നത് ഈ കല്ലറ പൊളിക്കാൻ അനുവദിക്കില്ല പറയുമ്പോൾ പറഞ്ഞത് 41 ദിവസത്തെ ചടങ്ങുകൾ പൂർത്തിയാക്കാൻ അനുവദിക്കണം എന്നാണ് ഇവർ പറഞ്ഞ ഒരു കാര്യം. എന്തായാലും ഇതിന് ശേഷവും ആ ചടങ്ങുകൾ ഉണ്ടാകും. അതായത് വരും ദിവസങ്ങളിലൊക്കെ ഈ പൂജയും മറ്റു കാര്യങ്ങളും ഉണ്ടാകുമെന്നാണ് മകൻ പറഞ്ഞത്. പൂജാരി കൂടിയ മകൻ രാജസ്ഥാനൻ പറയുന്നത്. നിലവിൽ എന്തായാലും അത് തുടരും. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഈ മൃതദേഹം പുറത്തെടുക്കാൻ, ഇത് പൊളിക്കാനുള്ള ആ സമയത്ത് തന്നെ രാവിലെ ഇവിടെ എത്തുമ്പോൾ മകൻ രാജസ്ഥാനൻ പൂജകൾ ചെയ്യുന്നത് കാണാമായിരുന്നു, ശംഖു ഊതുന്നത് കാണാമായിരുന്നു, മണിയടിക്കുന്നത് നമുക്ക് കേൾക്കാമായിരുന്നു. എന്തായാലും അത്തരം ചടങ്ങുകൾ വരും ദിവസങ്ങളിലും ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അറിയാൻ കഴിയുന്നത്. നിലവിൽ എന്തായാലും മറ്റൊരു വശം എന്ന് പറയുന്നത് ഇത് നിയമവശമാണ്. പോലീസ് അന്വേഷണം നിലവിൽ തുടരുന്നുണ്ട്. ഇത് അസ്വാഭാവിക മരണമല്ല, സ്വാഭാവിക മരണമെന്ന പ്രാഥമിക റിപ്പോർട്ട് ഇന്നലെ പുറത്തേക്ക് വന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങളുടെ വിജയമായി കണക്കാക്കി ഇവർ മഹാസമാധി എന്ന പേരിൽ ഈ ചടങ്ങുകൾ നടത്തുന്നത്. എന്തായാലും ആന്തരികാവയവങ്ങളുടെ രാസപരിശോധനാ ഫലം വരാനുണ്ട്. 3 തരത്തിലുള്ള ഫലം വരാനുണ്ട്. ആ ഫലം വന്നാൽ മാത്രമേ മരണകാരണം കണ്ടെത്താൻ കഴിയൂ. പൂർണ്ണമായി ഇത് സ്വാഭാവികമാണോ അസ്വാഭാവികമാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരണമെങ്കിൽ ആ ഫലം പുറത്തു വരണം. ആ ഫലം ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ 6-7 ദിവസത്തിനുള്ളിൽ പുറത്തേക്ക് ലഭിക്കും, പോലീസിന് ലഭ്യമാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനുശേഷമാകും നിയമപരമായ മറ്റു നടപടികളിലേക്ക് പോലീസ് പോവുക. ഈ ആന്തരികാവയവങ്ങളുടെ പരിശോധനയിൽ ഏതെങ്കിലും തരത്തിൽ അസ്വാഭാവികത ഉണ്ടെങ്കിൽ കേസ് അപ്പാടെ മാറുകയും ചെയ്യും. നിലവിൽ മാൻ മിസ്സിംഗ് കേസ് മാത്രമാണ് പോലീസിന്റെ കൈവശമുള്ളത്. അത് കേസ് മാറുകയും പിന്നീട് FIR ഇടുകയും ചെയ്യും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ നടപടിയിലേക്ക് പോലീസ് മുന്നോട്ട് പോവുക. എന്തായാലും നിലവിൽ സ്വാഭാവിക മരണമെന്ന പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ് പോലീസിന്റെ കൈവശം എന്തായാലും ഉള്ളത്. നിലവിൽ അന്വേഷണ
ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ പറയുന്നത് കേസുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ്. കാരണം ഇവരുടെ മൊഴി നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. 4 പേരുടെയും മൊഴി എടുത്തിരുന്നു. അതായത് ഗോപൻ സ്വാമിയുടെ ഭാര്യ, 2 മക്കൾ, മരുമകൾ. അങ്ങനെ ഇവരുടെ മൊഴിയെടുത്തപ്പോൾ ആ മൊഴികളിൽ വൈരുദ്ധ്യം പോലീസ് കണ്ടെത്തിയിരുന്നു. അതുണ്ട് എന്ന് ഇന്നലെ പോലീസ് ഉദ്യോഗസ്ഥർ, അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ കൃത്യമായി തന്നെ അത് ആവർത്തിച്ച് പറയുകയും ചെയ്തതാണ്. അതുകൊണ്ട് ഇവരുടെ മൊഴി വീണ്ടും എടുക്കാനുള്ള നീക്കത്തിലേക്കാണ് പോലീസ് പോകുന്നത്. അത് വീണ്ടും രേഖപ്പെടുത്തുകയും ആ നിയമപരമായ നടപടികൾ മുന്നോട്ട് പോവുകയും ചെയ്യും. നിലവിൽ എന്തായാലും അത്തരം നടപടികൾ പോലീസ് തുടരും എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും മൃതദേഹം ഇപ്പോൾ പുറത്തേക്ക് എടുക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അത് അല്പസമയത്തുള്ളിൽ പുറത്തേക്കെടുത്ത് ഈ കല്ലറയ്ക്ക് അരികിലേക്ക് കൊണ്ടുപോയി അവിടെ ചടങ്ങുകൾ ഇവർ നടത്തും. മഹാസമാധിയുടെ ചടങ്ങുകൾ എന്നാണ് പറയുന്നത്. അത് മതാചാര്യന്മാരുണ്ട്, സന്യാസിമാരുണ്ട്, അവരത് പൂർത്തിയാക്കും. മൃതദേഹം കൊണ്ടുവന്നപ്പോൾ തന്നെ അത്തരം ചടങ്ങുകൾ ഇവിടെ തുടങ്ങിയതാണ്. അത് വീണ്ടും തുടരുകയും ചെയ്യും. നിരവധി ഈ സന്യാസിമാർ അവിടെയുണ്ട്. ഇവിടുത്തെ ഒരു ആൾക്കൂട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 200 താഴെ ആളുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. വലിയ ഒരു ജനക്കൂട്ടമോ ആൾക്കൂട്ടമോ ഇല്ല. താഴെ ആളുകൾ മാത്രമാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. അതിൽ ഇവരുടെ ഈ സമാധി അടക്കമുള്ള കാര്യങ്ങൾ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഇവിടേക്ക് ഇത് കാണുന്നതിന് വേണ്ടി വന്ന ആളുകൾ കൂടി ഇവിടെ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ എന്തായാലും ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. മൃതദേഹം പുറത്തേക്ക് അല്പസമയത്തുള്ളിൽ എടുക്കും. അത് വാഹനത്തിൽ നിന്നും നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്നും പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അതിൽ രുദ്രാക്ഷമാലയും അതോടൊപ്പം തന്നെ പൂമാലയൊക്കെ ഇടുകയാണ്. നേരത്തെ ഈ ഘോഷയാത്ര, അതായത് ജപഘോഷയാത്ര എന്നാണ് ഇവർ ഇതിന് പേരിട്ടിരുന്നത്. ആ ജപഘോഷയാത്ര ഇവിടേക്ക് വരുമ്പോൾ അതിൽ ഈ പുഷ്പവൃഷ്ടിയൊക്കെ നടത്തിയാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്. റോഡിന് ഇരുവശവും ഇത് കാണുന്നതിന് ആൾക്കാർ തടിച്ചുകൂട്ടിയിരുന്നു. ചില വിദ്യാർത്ഥികൾ സ്കൂൾ പരിസരത്ത് കൂടിയാണ് വന്നത്. വിദ്യാർത്ഥികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ 1-2 ആളുകൾ നമ്മൾ കണ്ടത് അവർ കൈകൂപ്പി അവിശ്വാസപരമായി നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. നിലവിൽ എന്തായാലും ഇപ്പോൾ ഇവിടെ അവരുടെ പ്രാർത്ഥനാ ചടങ്ങുകൾ തുടങ്ങിയിട്ടുണ്ട്. മൃതദേഹം പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അത് കല്ലറയിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ അവരുടെ ഈ നാമജപമൊക്കെ അവർ ജപം നടത്തുന്നത് നമുക്ക് കേൾക്കാം. എന്തായാലും ആ ചടങ്ങുകൾ തുടങ്ങിയിട്ടുണ്ട്. പുഷ്പവൃഷ്ടിയുണ്ട്. അതെന്തായാലും ആ ചടങ്ങുകൾ അതിന്റെ ആ രീതിയിൽ നടക്കുകയാണ്. അല്പസമയത്തുള്ളിൽ തന്നെ ഇവരുടെ ചടങ്ങുകൾ, ഈ മൃതദേഹം കല്ലറയിലേക്ക് വെക്കും. ഗൗതം, ഇനിയിപ്പോൾ ഗോപൻ സ്വാമിയുടെ മൃതദേഹം ഈ പുതിയ കല്ലറയിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെയാണ് കുടുംബം വ്യക്തമാക്കിയതുപോലെ മഹാസമാധി എന്ന പേരിൽ ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഓം നമോ നമഃ ശിവായ, 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 ഓം നമോ നമഃ ശിവായ. മുന്നിലോട്ട് ആരും തള്ളല്ലേ, ചാനലാരും ബുദ്ധിമുട്ടാണ്. അത് കുറച്ച് പുറകിലോട്ട് ഇരിക്കണേ, കുറച്ചുകൂടെ പുറകിലോട്ട് ഇരിക്കണേ. ഇവിടെ സമാധി. ഹലോ, ഹലോ, ആ ചാനലുകാർക്ക് ഒന്ന് കാണാൻ വരേണ്ട ഒരു ആ ചാനൽ ഇവിടെ നിന്ന് കുറച്ചൊന്ന് മാറി ഫണ്ട് നിൽക്കുന്ന ഓം നമോ നമഃ ശിവായ, ഓം നമോ നമഃ ശിവായ. ഭഗവാന്റെ മന്ത്രം എല്ലാവർക്കും ചൊല്ലാന്നുള്ളതേ ഉള്ളൂ. അത് നമ്മൾ ആരും ഭഗവാന്റെ നമ്പർ എത്രത്തോളം ഉച്ചരിക്കുന്നു അത്രത്തോളം ആത്മീയമായി ചെയ്തിട്ടുണ്ട് നമുക്ക് ഓരോരുത്തരും. ഓം നമോ നമഃ ശിവായ, ഓം നമോ നമഃ ശിവായ, ഓം നമോ നമഃ ശിവായ, ഓം നമോ നമഃ ശിവായ,
ഓം നമോ നമ ശിവായ 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 സെൽഫി എടാ സെൽഫി എടുത്ത് കഴിഞ്ഞാൽ മാറാം. ഇഞ്ചിരും ക്യാമറ എടുക്കണ്ട രതീഷ് കേട്ടാ രതീഷ് കുടുംബങ്ങളുടെ ഷോർട്സ് ഉണ്ടോ ബാലു വിനോദേ വിനോദേ ഇതൊന്നോ ആരങ്ങോട്ട് കയറിയാ ഞാനെ കണ്ടില്ല റിപ്പോർട്ടറുണ്ട് മാതൃഭൂമിയുണ്ട് ഉണ്ടോ ന്യൂസ് മലയാളം നമ്മളെ ചേർക്കാൻ നീങ്ങിയില്ലേ മേളിക്കറില്ല ചാനലൊന്നും മേളിക്കറില്ല എല്ലാം താഴെ താഴെ കിരണ താഴെ കിരണ ഏത് ബാക്കി നിൽക്കുന്നവരൊക്കെ അവിടെ നിന്നോട്ടോ ആ മോനെ അവിടെ നിന്നോളൂ നീ അവിടെ നിന്നോ ബാക്കി എല്ലാവരും അവിടെ നിന്നോ ബാക്കി നിൽക്കുന്നവർ വേണം അത് അവിടെ ഇരിക്കണോ മാമ എല്ലാ ക്യാമറ പുറത്തോട്ടിറങ്ങി ആ മാമ അവിടെ ഇരിക്കണോ ക്യാമറ എല്ലാം പുറത്തിറങ്ങിയോ എല്ലാം പുറത്തിറങ്ങിയോ അല്ല അവിടെ ക്യാമറ നിന്നോട്ടെ അവിടെ ക്യാമറ നിന്നോട്ടെ കേട്ടോ അത് കുഴപ്പമില്ല എല്ലാവർക്കും അങ്ങോട്ട് പോകും